ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്താനൊക്കെ? ഇന്ന് എനിക്കൊരു കൊളാബ് വർക്കാട്ട. നമ്മൾ നേരെ പോണത് കഞ്ചിക്കോട് കാട്ട. എന്നെ അൻവർക്കായിരുന്നു കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ജിനീസ് കിച്ചണിലെ ജിനി താത്താക്ക് ഇന്നൊരു പാർട്ടി മേക്കപ്പിനായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. കസിൻ്റെ ആൻറ്റിയാണ് കേട്ടാ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയം. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് വഴി ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് വിളിച്ച് ഇത്ത ഫ്രണ്ടിൽ നിന്നു. പിന്നെ ഞങ്ങളങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു സ്കിൻ ടോൺ മേക്കപ്പ് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പാർട്ടി ലുക്കാണ്. ഇന്നൊരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോയത്. പിന്നെ അവരെ പുറത്ത് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമായിരുന്നു. ഞാൻ എപ്പോഴും പാക്ക് ചെയ്തിട്ട് നേരെ ബസ് കയറിയിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാലക്കാട് തന്നെ അൻവർക്ക് വിളിക്കാൻ വരും കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ പാലക്കാട് നിൽക്കണം. ഇന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ട്. ഞാൻ എന്തായാലും അതെവിടെ പാലക്കാട് എത്തിയെന്ന് വെച്ചാൽ ഈ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെന്തോ ബേക്ക് ഫുഡോ അങ്ങനെ എന്തോ ആണ്. ആ ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരുള്ളൂ കേട്ടോ. എന്തെങ്കിലും അല്ല, ആ ഒരു ചീസിൻ്റെ ഒരു സാധനം നല്ല ടേസ്റ്റാണ്. അൻവർക്ക് വിളിക്കാൻ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് എൻ്റെ നാത്തൂൻ്റെ മോളുണ്ട് ഫർസി. അപ്പോൾ അവൾക്ക് ഞങ്ങളെല്ലാവരും പാടെ വിത്തറ കൊണ്ടുപോകണം. ഞങ്ങൾ താത്താരും അൻവർക്കും പാടെ. അപ്പോൾ നേരെ പോയിട്ട് ഇനി വർക്കിന് പോയിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഈ സ്റ്റാൻഡിനാണല്ലോ ഇറങ്ങാം. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ വന്നിട്ട് എപ്പോഴും ഒരു സാധനം കഴിക്കലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കാണിച്ചത്, എനിക്ക് അതിൻ്റെ പേരറിയില്ല കറക്റ്റായിട്ട്. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇതാണ് സാധനം. ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുണ്ട്. പിന്നെ ഒരു വാലക്കുണ്ട് കഴിച്ചു. ഇതാണോ ഒരു വാലക്കുണ്ട്? രാവിലെ നേരത്തായതുകൊണ്ട് ഷോപ്പിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് വ്ളോഗൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിലൊന്നും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ അപ്പോഴേക്കും അൻവർക്ക് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അതിനൊരു ഡ്രസ്സ് എടുക്കാനായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗീതം ബേക്കറിക്ക് പോയി. ബേക്കറി ഐറ്റംസ് ഒക്കെ ആദൂനെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ആദൂന് ഭയങ്കര ലോട്ടറി അടിച്ചൊരു മട്ടായിരുന്നു കേട്ടോ. അവൻ കുറേ മുട്ടായും പ്രിങ്കിൾസും കാര്യങ്ങളൊക്കെ നല്ലോണം മുതലാക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ അവർ ടേസ്റ്റ് നോക്കാനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ഇരുന്ന് തിന്നായിരുന്നു. ഇരുന്നിട്ടല്ല, ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല, നിന്നിട്ടായിരുന്നു തിന്നത്. ഏതാ ഷുഗല്ലേ? ഞങ്ങൾ ഡ്രസ്സൊക്കെ വാരി സൂപ്പറായി. കണ്ടാടിയുടെ എത്ര നാളുണ്ട്? അങ്ങനെ ഞങ്ങൾ നേരെ സെമീൻ താത്താൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അൻവർ ഖാൻ്റെ ഫസ്റ്റത്തെ താത്താൻ്റെ വീട്ടിലേക്ക് താത്താനെയും വിളിച്ചിട്ടാണ് നേരെ ഫർസിൻ്റെ വീട്ടിലേക്ക് പോകണത്. അപ്പോൾ അവിടെ ഇമ്മാനും ഇപ്പാനും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ 1 മണിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഹലോ അഫ്രീ. കുറേ ചെടികളുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫർസിൻ്റെ വീട്ടിലേക്കാട്ടാ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നു. അൻവർക്ക് ആദ്യമായിട്ട് വരണം. അപ്പോൾ അൻവർഖാനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ വന്നായിരുന്നു. പിന്നെ ഫാസിലുണ്ടോ കുറച്ച് ഗ്ലാമറൊക്കെ വെച്ചിട്ടുണ്ടോ ചെക്കൻ, അതും പറഞ്ഞ് ഞങ്ങൾ കളിയൊക്കെ ആയിരുന്നു അവനെ. ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം കഴിഞ്ഞതും നസീർ താത്തയും പിന്നെ മുനീർ താത്തയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെമീൻ താത്തയും മുനീർ താത്തയും പറഞ്ഞ വെച്ച പോലെ സാരി ഇടുന്നുണ്ടായിരുന്നു. ഞാനും നസീർ താത്തയും ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അവരുടെ മനപ്പൊരുത്തം പോലെ അവർ എടുത്തിട്ട് വന്നാട്ടാ.
പറഞ്ഞു വെച്ചെടുത്തൊന്നുമല്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് രണ്ടുപേരും അറിയണത് സാരി എടുത്തിട്ട് വന്നിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ സെക്ഷനായിരുന്നു, ഞങ്ങൾ ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ വർത്താനം നടക്കുന്നുണ്ട്, എനിക്കെന്താന്ന്. ഈ ക്യാമറ എടുക്കണ താരം മുനീർ താത്താൻ്റെ മോളാട്ടാ. അവൾ ട്യൂഷൻ കഴിഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് ഫോട്ടോസിനൊന്നും പോസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ലാസ്റ്റ് അവളിനൊന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ഫോൺ ചാർജ് ഉദ്ദേശിച്ചിരുന്നു. പിന്നെ ഇവിടെ ഒരു വലിയമ്മ കേട്ടോ, അപ്പോൾ വലിയമ്മനെ കാണിച്ചാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളുടെ ഗ്യാങ് വർത്താനത്തിലേക്ക് പോയിട്ട്. രാത്രി മുടി ജീവാൻ പാടില്ലാതെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അതെന്തിനും നിങ്ങൾ എന്തിനാ ഉണ്ടാക്കണില്ല? എഴുതി വെച്ചത് എടുക്ക്, ബാക്കിയുള്ളതിനൊക്കെ വിട്. കുറ്റം പറയണേ, കളർഫുൾ ആയിക്കണോ അന്നൂർക്കാൻ എനിക്ക് തന്നാ മതി. ഞാൻ വീഡിയോ എടുക്കല്ലേ. ബൈ ബൈ പറയും. ബൈ. നമ്മളും ബൈയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അതും ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വീടെത്തുമ്പോഴേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.